ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് പാപത്തിൽ വേരുറപ്പിച്ചാൽ അങ്ങനെയുള്ളവർക്ക് വരുന്നത് വേരറക്കുന്ന ശിക്ഷ. ഇതാണ് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതൊരു മുന്നറിയിപ്പായിട്ട് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് വചനത്തിൽ കാണാൻ പറ്റും. ലേവ്യരുടെ പുസ്തകം 20-ാം അധ്യായം 6-ാമത്തെ വചനം എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അന്യദൈവാരാധന നടത്തിയാൽ ഞാൻ നിങ്ങളിൽ നിന്നും മുഖം തിരിക്കും, നിങ്ങളെ ഞാൻ സ്വജനത്തിൽ നിന്ന് വിച്ഛേദിച്ചു കളയും. വേരറക്കുന്ന കാര്യമാണല്ലോ അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അന്യദൈവാരാധന, വിഗ്രഹാരാധന, വിശ്വാസത്തിന് നിരക്കാത്ത കാര്യങ്ങൾ അവ ചെയ്താൽ ഉണ്ടാകാവുന്ന ഒരവസ്ഥയെക്കുറിച്ചാണ് വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. ഒരു കുടുംബത്തിൻ്റെ ദുരവസ്ഥ ഞാൻ കേട്ടതാണ്. കാര്യം അവർ വീടിന് സ്ഥാനം കണ്ടു, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പഞ്ചലോഹം അവർ വെച്ചു, പലരും പറഞ്ഞനുസരിച്ച് പല കാര്യങ്ങളും നോക്കി, രാഹുകാലം നോക്കി, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിറവേറ്റിക്കൊണ്ടാണ് മനോഹരമായൊരു വീട് അവർ പണിതുയർത്തിയത്. ആ വീടിനോട് ചേർന്ന് ഒരു മരം നിൽപ്പുണ്ടായിരുന്നു. ആ മരത്തിന് കേടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് അത് മുറിച്ച് കളയണം എന്നവർക്ക് തോന്നിയില്ല. ആ മരം അവിടെ നിന്നു. ബാക്കി കാര്യങ്ങൾ ഭവനത്തിന് അവർക്ക് സംരക്ഷണം കിട്ടാനുള്ള സകലമായ കാര്യങ്ങളും അവർ നോക്കിയിരുന്ന. ഒരു കേടുമില്ലായിരുന്നിട്ടും ഒരു ദിവസം ഈ മരം ഒടിഞ്ഞ് ആ വീടിന് മുകളിലേക്ക് വീണു. എന്നിട്ട് അതിൻ്റെ പകുതി സ്ഥലമെങ്കിലും വാസയോഗ്യമല്ലാണ്ടായി. ആൾക്കാർക്ക് താമസിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ആ വീടിന് ഡാമേജ് വന്നു. അത് തകർന്ന് തരിപ്പണമായി. ഈ കണ്ട കാര്യങ്ങളെല്ലാം പഞ്ചലോഹവും അങ്ങനെയുള്ള സകലമാന കാര്യങ്ങളും നോക്കി വീട് പണിതിട്ട് ഒരനർത്ഥം സംഭവിച്ചില്ലേ? യെശയ്യാ 47:10 മുതൽ വായിക്കുമ്പോൾ അവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ക്രൂരതയിൽ നീ സുരക്ഷിതത്വം കണ്ടെത്തി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ദൈവത്തോട് കാണിക്കുന്ന ചില ക്രൂരത, വിശ്വാസത്തിന് നിരക്കാത്ത ചില കാര്യങ്ങൾ ചെയ്തിട്ട് അതിലൂടെ നീ നിന്നെ തന്നെ നിന്റെ ഭവനത്തെ സുരക്ഷിതമാക്കാൻ നോക്കി. 12-ാമത്തെ വചനം പറയാണ്, ചെറുപ്പം മുതൽ നീ അനുവർത്തിച്ചു പോന്ന മാന്ത്രിക വിദ്യകളും ക്ഷുദ്രപ്രയോഗങ്ങളും തുടർന്നുകൊള്ളുക. അവ നിന്നിൽ ഭീതി ജനിപ്പിച്ചേക്കാം, താൽക്കാലികമായ നേട്ടങ്ങൾ നിനക്കുണ്ടായേക്കാം. പക്ഷേ അതിൻ്റെ അവസാനം എന്തായിരിക്കും എന്നവിടെ പറഞ്ഞിട്ടുണ്ട്, വൈക്കോൽ തുരുമ്പ് പോലെ അത് കത്തിച്ചാരമാണ്. നമ്മൾ ഈ വിശ്വാസം ത്യജിച്ച് അന്ധവിശ്വാസങ്ങളുടെ പുറകെ അതുപോലെ തന്നെ അവിശ്വാസികളായിട്ടൊക്കെ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്കുണ്ടാകാവുന്ന ഒരവസ്ഥയെക്കുറിച്ച് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കാണാൻ പറ്റും. പകരം ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച് സത്യവിശ്വാസിയായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ എതിരെ പോയാലും ദൈവിക സംരക്ഷണം നമുക്കുണ്ടാകും. സങ്കീർത്തനം 118:6 മുതൽ വായിക്കുമ്പോൾ സങ്കീർത്തകന് പറയാൻ സാധിച്ചത് നമുക്ക് പറയാൻ പറ്റും. കർത്താവിൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ ആരെ പേടിക്കണം? കർത്താവിൻ്റെ കൂടെയുള്ളതിനാൽ മനുഷ്യർക്ക് എന്നോട് എന്ത് ചെയ്യാൻ പറ്റും? ഇത് വിശ്വാസികൾക്ക് പറയാൻ പറ്റുന്നൊരു കാര്യമാണ്. വിശ്വാസത്തിന് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് അത് പറയാനുള്ള അവകാശമില്ല എന്നുള്ളത് നാം തിരിച്ചറിയണം. ഇതിൻ്റെ വെളിച്ചത്തിൽ ഏതാനും ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. ഒന്നാമത്തെ കാര്യം, എല്ലാ പാപങ്ങൾക്കും ഒരേ ഗൗരവമല്ല എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എല്ലാ പാപങ്ങളും ഒരുപോലെയല്ല. നമുക്കറിയാമല്ലോ, ലഘുപാപമുണ്ട്, മാരകപാപമുണ്ട്, അതുപോലെ തന്നെ റോമാ സിംഹാസനത്തിന് മാത്രം ക്ഷമിക്കാവുന്ന പാപങ്ങളുണ്ട്, നിത്യപാപമുണ്ട്. എല്ലാ പാപങ്ങളും ഒരുപോലെയല്ല. മർക്കോസ് 3-ാം അധ്യായം 28 മുതൽ വായിക്കുമ്പോഴാണ് നിത്യപാപത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുക. മനുഷ്യപുത്രനെതിരായ പാപങ്ങൾ പോലും ക്ഷമിക്കപ്പെടും, എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായ പാപം ഒരിക്കലും ക്ഷമിക്കപ്പെടത്തില്ല. അത് നിത്യപാപമാണ് എന്നുള്ളത് ഈ വചനഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 47-48 വചനങ്ങൾ കൂടി എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, അറിയാതെയാണ് ഒരുവൻ ശിക്ഷാർഹമായി തെറ്റ് ചെയ്യുന്നതെങ്കിൽ ലഘുവായി ശിക്ഷിക്കപ്പെടും. അറിവോടെ സമ്മതത്തോടെ ഗൗരവമുള്ള ഒരു വിഷയത്തിൽ നമ്മൾ ലംഘനം വരുത്തുമ്പോൾ അതാണ് മാരകപാപം. അങ്ങനെയുള്ളവർക്ക് ശിക്ഷ കൂടുതൽ കഠിനമായിരിക്കും എന്നുള്ളത് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാ പാപങ്ങൾക്കും ഒരേ ഗൗരവമല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, അപകടം ക്ഷണിച്ചു വരുത്തുന്ന ചില വൻ പാപങ്ങളുണ്ട്. അത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നില്ലെങ്കിൽ ആ പാപത്തിൽ വീണാൽ വലിയ അപകടം നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക് വരാം. അതിലൊന്നാമത്തേതാണ് അഹങ്കാരം. ഞാൻ പറഞ്ഞല്ലോ, പാപത്തിൽ വേരുറപ്പിച്ചാൽ നമ്മുടെ വേരറക്കുന്ന രീതിയിലുള്ള ശിക്ഷ നാം നേരിടേണ്ടി വരും. ഇവിടെ നമ്മൾ കാണുകയാണ്,
പ്രഭാഷകൻ 3:28. അഹങ്കാരിയുടെ കഷ്ടതയ്ക്ക് പ്രതിവിധിയില്ല, കാരണം തിന്മ അവനിൽ വേരുറച്ചു വളരുന്നു. ആ ഒരവസ്ഥ, തിന്മ അവരിൽ വേരുപാകി അടിയുറച്ചിരിക്കുന്നു. അങ്ങനെയുള്ളവരുടെ ആ ഒരു ജീവിതത്തിൽ അവരുടെ പ്രശ്നത്തിനൊരു പ്രതിവിധി പോലും പ്രതീക്ഷിക്കാൻ പറ്റില്ല എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കാൻ. ഏതാനും വചനങ്ങൾ കൂടി എടുക്കുകയാണെങ്കിൽ അഹങ്കാരം എത്രമാത്രം അപകടം ക്ഷണിച്ചു വരുത്താം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സുഭാഷിതങ്ങൾ 16:5-18 വായിച്ചാൽ മതി. അഹങ്കരിക്കുന്നവരോട് കർത്താവിന് വെറുപ്പാണ്, അവർക്ക് ശിക്ഷ കിട്ടാതിരിക്കില്ല തീർച്ച എന്നെല്ലാം പറഞ്ഞിരിക്കുന്നത് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. സങ്കീർത്തനം 101 5-ാമത്തെ വചനം, അഹങ്കാരികളെ ഞാൻ പൊറുപ്പിക്കില്ല. പ്രഭാഷകൻ 27:28 വായിച്ചു കഴിഞ്ഞാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, അഹങ്കാരിയിൽ നിന്ന് പരിഹാസവും ദൂഷണവും പുറപ്പെടും, പ്രതികാരം സിംഹത്തെ പോലെ അവന് വേണ്ടി പതിയിരിക്കുന്നു. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഇത് വളരെ അപകടകാരിയായിട്ടുള്ള ഒരു പാപമാണ് എന്നതാണ്. രണ്ടാമത്തേത് അധർമ്മം. സങ്കീർത്തനം 101 8-ാമത്തെ വചനം വായിച്ചാൽ, അധർമ്മികളെ ഞാൻ നിർമ്മാർജ്ജനം ചെയ്യും. ജ്ഞാനത്തിൻ്റെ പുസ്തകം 3:19 കൂടി എടുക്കുകയാണെങ്കിൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, അധർമ്മിയുടെ തലമുറയ്ക്ക് ഭീകരനാശം സംഭവിക്കും. ഇത് ചെറിയ ഒരു ശിക്ഷയോ നാശമോ അല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മറ്റൊന്ന് വ്യാജം. സക്കറിയായുടെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 4 വചനങ്ങൾ വായിച്ചാൽ, ഒരു പറക്കുന്ന ചുരുള് ആരുടെ മേൽ അയക്കപ്പെടും എന്നവിടെ പറഞ്ഞിട്ടുണ്ട്. കള്ളന്മാര്, വ്യാജസാക്ഷ്യം പറയുന്നവര്, നുണ പറയുന്നവര്, അങ്ങനെയുള്ളവരുടെ ഭവനത്തിലേക്ക് അത് അയക്കപ്പെടും. ആ ഭവനം കംപ്ലീറ്റ് അത് അടിച്ച് നശിപ്പിക്കും എന്നാണ് ഈ വചനഭാഗം സൂചിപ്പിക്കുക. മറ്റൊന്ന് രഹസ്യം പരസ്യമാക്കുന്നത് വളരെ അപകടകാരിയായിട്ടുള്ള ഒരു പാപമാണ്. പ്രഭാഷകൻ 27:21 എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയുള്ളവർക്ക് പ്രതീക്ഷയ്ക്ക് വകയില്ല. മറ്റു കാര്യങ്ങളൊക്കെ, മറ്റു പാപങ്ങളൊക്കെ ചെയ്താലും നമുക്ക് അനുദപിച്ച് തിരിച്ചു വരാം, പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഈ പാപം ചെയ്യുന്നവർക്ക് പ്രതീക്ഷയ്ക്ക് വകയില്ല. അവസാനത്തേത് പാപങ്ങളെ ചൂഷണം ചെയ്യുന്നത്. അത് വളരെ അപകടം ക്ഷണിച്ചു വരുത്തുന്ന ഒരു പാപമാണെന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പ്രഭാഷകൻ 34:24 മുതൽ വായിച്ചാൽ മതി. ഒരുപാട് കാര്യങ്ങൾ ഈ വചനഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. പാപങ്ങളെ ചൂഷണം ചെയ്തിട്ട് നീ ബലിയർപ്പിക്കാൻ പോയാലും നീ അപ്പൻ്റെ മുമ്പിൽ വെച്ച് മകനെ വധിക്കുന്നവനെ പോലെയാണ് എന്നാണ് ഈ വചനഭാഗത്തിൽ നാം വായിക്കുന്നത്. അതുകൊണ്ട് പാവപ്പെട്ടവരെ ചൂഷണം ചെയ്യുന്നത് വളരെ ഗൗരവമുള്ള ഒരു പാപമാണ്. അവസാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, ക്രോധം കരുണയാകാനുള്ള വഴികളുണ്ട്. യോനായുടെ പുസ്തകം 3-ാം അധ്യായം വായിച്ചാൽ, ഉപവാസവും പ്രാർത്ഥനയും കൊണ്ട് ദൈവത്തിൻ്റെ ക്രോധം അത് കരുണയായി മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. 1 രാജാക്കന്മാർ 21:27 ആഹാബിനോട് കരുണ കാണിക്കുന്ന, അവനെ ഇപ്പോൾ കൊന്നിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞ ആ ദൈവം കരുണ കാണിക്കുന്ന ഒരു രംഗമാണ് അവിടെ നമ്മൾ കാണുക. ഈ കാര്യങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് ഈ പ്രതിഷ്ഠാജപത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ പാപബോധം നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്നിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നിശബ്ദതയിൽ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. കർത്താവ് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി നമ്മെ അനുഗ്രഹിക്കും എന്നുള്ള ആ ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അവിടുന്ന് സ്വീകരിക്കണമേ. ഞങ്ങൾക്ക് നന്മയാകുന്നത് നൽകി അനുഗ്രഹിക്കുവാൻ തിരുവുള്ളമാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.